നമസ്കാരം. ഇക്കുറി എന്തായാലും ഭരണം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് UDF. അതുകൊണ്ട് തന്നെയാണ് എംപിമാരായിരിക്കുന്ന നമ്മുടെ ചില കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കാൻ തയ്യാറെടുത്ത് കേരളത്തിലേക്ക് എത്തുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും സീറ്റ് വേണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് അവർ രംഗത്തുള്ളത്. ആദ്യമായി ഈ കാര്യം പരസ്യമായി പ്രകടിപ്പിച്ചത് കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവും മുൻ KPCC പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ കെ സുധാകരനാണ്. സുധാകരൻ 110% താൻ മത്സരിക്കും എന്നാണ് പ്രസ്താവിച്ചത്. ഇതിന് പിന്നാലെ അടൂർ പ്രകാശും രംഗത്ത് വന്നു. പിന്നീട് കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ, ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ എന്നിവർ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതായി വാർത്തകൾ വരുന്നുണ്ട്. എന്താവാം ഇവരെ കേരളത്തിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന ഘടകം? അത് മറ്റൊന്നുമല്ല, കേരളത്തിലൊരു മന്ത്രിസ്ഥാനമാണ്. അതിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനും നോട്ടമിട്ട ചിലരുണ്ട്. കേരളത്തിലെ മന്ത്രിസഭയിൽ നിന്ന് നമ്മുടെ കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും അടങ്ങുന്ന UDFകാർ ഒഴിവായിട്ട് 10 വർഷം തികയുകയാണ്. ഇതിനിടയിൽ കേന്ദ്രമന്ത്രിസ്ഥാനം മോഹിച്ചാണ് ചിലർ MP-ആയി ഡൽഹിക്ക് വണ്ടി കയറിയത്. എന്നാൽ ഡൽഹിയിൽ മോദിയുടെ ആധിപത്യം തുടരുന്നതിനാൽ അങ്ങനെയുള്ള ഒരു സ്വപ്നം ഏതാണ്ട് ഇവർ ഉപേക്ഷിച്ച മട്ടാണ്. ഇനിയിപ്പോൾ ആകെയുള്ള മാർഗം കേരളത്തിൽ വന്ന് ഏതെങ്കിലും വകുപ്പിൽ മന്ത്രിയാവുക എന്നുള്ളത്. 2 വർഷത്തെ പിണറായി ഭരണം കൊണ്ട് ജനം മടുത്തുവെന്നും അതുകൊണ്ട് തന്നെ ഇക്കുറി പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തുണ്ടാകുമെന്നുമാണ് നമ്മുടെ നേതാക്കളുടെ മിക്കവരുടെയും പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയും സീറ്റ് സംഘടിപ്പിക്കുക എന്നുള്ള ഒറ്റ കാര്യത്തിലാണ്. കേരളത്തിൽ പലവിധ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. പ്രതിപക്ഷം ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുള്ള ഒരുപാട് സമരങ്ങൾ ഇവിടെ പെൻഡിങ്ങിലാണ്. എന്തിനേറെ പറയുന്നു, ഏറ്റവും ഒടുവിലായി മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉന്നയിച്ച വിഷയം ഏറ്റെടുക്കാൻ പോലും ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ആയിട്ടില്ല. VD സതീശൻ മാത്രമാണ് എന്തെങ്കിലും ഒരു പ്രസ്താവന അറിയിച്ചത്. നമുക്ക് ഇനിയും കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന ഈ MP-മാർക്ക് എന്ത് സംഭവിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. കേരളത്തിലേക്ക് മടങ്ങിയെത്തി മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന MP-മാരുടെ പ്രതീക്ഷ ഇതൊക്കെയാണ്. തങ്ങൾ നേരത്തെ കുത്തകയാക്കി വെച്ചിരുന്ന മണ്ഡലത്തിൽ തങ്ങൾക്ക് അനായാസ വിജയം നേടാം, തങ്ങൾക്ക് ഭരണത്തിലേറാം, തങ്ങൾക്കൊരു മന്ത്രിയാകാം. ഇതിൽ കവിഞ്ഞ ഒരു ലക്ഷ്യവും ഇവർക്കാർക്കുമില്ല. ഇപ്പോൾ K സുധാകരൻ തിരികെ കണ്ണൂരിലേക്കാണ് മത്സരിക്കാൻ എത്തുന്നത്. കണ്ണൂരിൽ K സുധാകരന് വിജയപ്രതീക്ഷയുണ്ട്. MP എന്നുള്ള നിലയിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ അദ്ദേഹത്തിനുള്ള പഴയ സ്വാധീനം വീണ്ടും തുടരുകയും ആ വഴി ജയിക്കുകയും ചെയ്യാമെന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ. ഇനി അടൂർ പ്രകാശ് ലക്ഷ്യം വെക്കുന്നത് കോന്നിയാണ്. കോന്നി നിയോജക മണ്ഡലം നിലവിൽ അടൂർ പ്രകാശ് പോയതിനു ശേഷം LDFൻ്റെ കൈവശമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ നിന്ന് വിജയിച്ച അടൂർ പ്രകാശിന് പകരം കോന്നിയിൽ KU ജനീഷ് കുമാർ എന്ന CPMൻ്റെ യുവ നേതാവാണ് MLA ആയി രംഗത്ത് വന്നത്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ അനായാസം തന്നെയാണ് വിജയം നേടിയത്. മികച്ച ഭൂരിപക്ഷവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴിയാൻ പോകുന്ന ടൈമിൽ മാത്രമാണ് അദ്ദേഹം 5 വർഷവും പൂർത്തീകരിച്ചിട്ടുള്ളത്. 2019 നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ജനീഷ് കുമാർ ജയിച്ച് കോന്നിയുടെ MLA ആവുന്നത്. ഇനി അടൂർ പ്രകാശ് നേരത്തെ കോന്നിയുടെ പ്രിയപുത്രനായിരുന്നു. കോന്നിക്ക് എല്ലാ മേഖലകളിലും വികസനം സമ്മാനിച്ച ജനപ്രതിനിധി. 2 മന്ത്രിസഭകളിൽ മന്ത്രിയായി. അങ്ങനെ കോന്നി മെഡിക്കൽ കോളേജ് അടക്കം, മലയോര ഹൈവേ അടക്കം, മലയോരത്തെ റോഡുകളെല്ലാം മികച്ചതാക്കി രംഗത്ത് വന്നയാളാണ് അടൂർ പ്രകാശ്. പക്ഷേ ഇക്കുറി കോന്നിയിലേക്ക് അടൂർ പ്രകാശ് തിരിച്ചെത്തുമ്പോൾ അനായാസമായ ഒരു വിജയം അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഏവർക്കും സുനിശ്ചിതമാണ്. മണ്ഡലത്തിലെ വോട്ടർമാർ പറയുന്നതും അങ്ങനെ തന്നെയാണ്. KU ജനീഷ് കുമാർ എന്ന യുവ നേതാവ് കോന്നി മണ്ഡലത്തിൽ വേരുകൾ ആഴ്ത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അടൂർ പ്രകാശ് ഏറെ ബുദ്ധിമുട്ടേണ്ടി വരും. ഇനി അടൂർ പ്രകാശ് ജയിച്ചെന്ന് കരുതുക, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കോൺഗ്രസിന് നഷ്ടമാകും എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് പിടിച്ചെടുക്കുന്നത്. BJP ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു മണ്ഡലമാണ്. അടൂർ പ്രകാശ് ആറ്റിങ്ങൽ ഉപേക്ഷിച്ച് കോന്നിയിൽ പോയി മത്സരിക്കുകയും MLA ആയി മാറുകയും ചെയ്താൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ കോൺഗ്രസിന് ആ സീറ്റ് നിലനിർത്താൻ പറ്റും എന്ന് കരുതുന്നില്ല. ഇനി നിയമസഭയിലേക്ക് മത്സരിക്കാൻ എത്തുന്ന മറ്റൊരു പ്രമുഖൻ KPCCയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് MP-ആണ്. കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും സേഫായി മത്സരിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം അടൂരാണ്. കാരണം അദ്ദേഹം ഇന്നത്തെ അടൂർ നിയമസഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന അടൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ MP ആയിട്ടുള്ളയാളാണ്. അദ്ദേഹം അടൂരിൽ സുപരിചിതനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ മാത്രവുമല്ല, കോൺഗ്രസിന് അടൂരിൽ വേറൊരു നല്ല സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
കൊടിക്കുന്നിൽ സുരേഷ് അടൂരിൽ എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈസി ആയിട്ട് തന്നെ അവിടുന്ന് വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു കണക്കുകൂട്ടലുകളുണ്ട്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നയാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷ് അടൂരിൽ നിൽക്കുകയും അവിടെ നിന്ന് വിജയിക്കുകയും ചെയ്താൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തീർച്ചയുമില്ല. പിന്നെ ഉള്ളത് എം കെ രാഘവനാണ്. അദ്ദേഹം കോഴിക്കോട് തന്നെയാണ് മത്സരിക്കാൻ താല്പര്യപ്പെടുന്നത്. അതുപോലെ ഷാഫി പറമ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻ മണ്ഡലമായിട്ടുള്ള പാലക്കാട് തന്നെയാവും അദ്ദേഹം അതിനായി തിരഞ്ഞെടുക്കുക. ഇനി ഇവരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു അപ്രതീക്ഷിത എൻട്രി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കെ.സി. വേണുഗോപാലാണ്. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്ന കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖരിൽ ഒരാളാണ് കെ.സി. വേണുഗോപാൽ. കെ.സി. വേണുഗോപാൽ ആലപ്പുഴ മത്സരിച്ചേക്കുമെന്നാണ് കരുതുന്നത്. നമ്മുടെ എം പിമാരെല്ലാം MLA-മാരാകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത് ഭരണം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. UDF ഭരണം കിട്ടുന്ന വേളയിൽ മന്ത്രിമാരായി മാറുന്നതിന് വേണ്ടിയാണ് ഇവരുടെ നീക്കവും എന്ന് നമുക്ക് അറിയാം. എന്നാൽ UDF ഭരണം കിട്ടുമോ എന്ന് ഉറപ്പിക്കാറായിട്ടില്ല. ഇവരെല്ലാം ജയിക്കുകയും UDF ഭരണം കിട്ടുകയും ചെയ്താലുള്ള ഒരവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇവരെല്ലാം പ്രതിപക്ഷത്ത് വെറും MLA-മാരായി ഇരിക്കേണ്ടി വരും. മന്ത്രിമാരാകാൻ ഉടുപ്പ് തയ്പ്പിച്ചു വെച്ചവർ, മന്ത്രി കസേര സ്വപ്നം കണ്ടു കഴിയുന്നവർ, ഇവരെല്ലാം വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ തുടരും. ഇതിനിടയിൽ മറ്റൊന്നുകൂടി സംഭവിക്കും. ഇവർ അവശേഷിപ്പിച്ചു പോകുന്ന പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെയെല്ലാം ചിലപ്പോൾ BJP-യോ CPM-ഓ വിജയിച്ചു പോകാനുള്ള സാധ്യതയുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ MPമാരെല്ലാം സുരക്ഷിത മണ്ഡലം തേടി നിയമസഭയിലേക്ക് ഉടുപ്പ് തയ്പ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഉടുപ്പ് ഒരു മന്ത്രിക്കുപ്പായമാക്കി മാറ്റാൻ ഇവർക്ക് കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. കോൺഗ്രസ് തീർച്ചയായും പെടാൻ പോകുന്നത് ഒരു വലിയ കെണിയിലേക്കാണ്. ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും അമ്മാത്തെത്താതെ പോവുകയും ചെയ്യുന്ന ഒരു സവിശേഷ സാഹചര്യം നിലവിലുണ്ട്. അത് കാണാതെ പോകരുത്.